നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ വർക്കല പോലുള്ള ഒരു പ്രദേശത്ത് അന്ന് CBSEയുടെ NCERT സിലബസോടുകൂടി പ്രവർത്തിക്കുന്ന മറ്റ് സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നില്ല. ഏതാണ്ട് 32ാമത്തെ വർഷമാണ് നമ്മൾ ഈ സ്കൂള് ആരംഭിച്ചത്. അപ്പൊ ഇവിടെ വിവിധ രംഗങ്ങളിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിലായി പ്രശസ്തമായ നിലയിൽ സേവനമനുഷ്ഠിക്കുന്ന പൂർവ്വ വിദ്യാർത്ഥികളാണ് ഇവിടെ സംഗമിച്ചിരിക്കുന്നത്. എല്ലാവരെയും കാണുന്നതിൽ വളരെയേറെ സന്തോഷമുണ്ട്. കൂടുതൽ സമയം നിങ്ങളോടൊപ്പം ചെലവഴിക്കാനില്ലാത്തതിൽ വളരെ ദുഃഖവുമുണ്ട്. തീർച്ചയായും ഒരു സ്ഥാപനത്തിന്റെ മാനേജ്മെന്റ് പ്രതിനിധി എന്നുള്ള നിലയിൽ ആ സ്ഥാപനത്തിൽ പഠിച്ച് ഉന്നത നിലകളിൽ എത്തുന്നവരെ കാണുമ്പോൾ അതിവിടെ കുടുംബസഹിതമുള്ള ഒരു സംഗമമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെയേറെ സന്തോഷമുള്ള കാര്യമാണ്. ഞാൻ യാദൃച്ഛികമായിട്ട് ഒരിക്കൽ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ കയറാൻ വേണ്ടി നിൽക്കുമ്പോൾ മിസ്റ്റർ സുബു റഹ്മാനെ അവിടെ ആ സമയത്ത് എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP ഉണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പൊ സുബു അടുത്ത് വന്ന് പരിചയപ്പെടും. ഞങ്ങൾ ഇന്നലെ ഇവിടെ സ്കൂളിൽ വെച്ച് ഏതാണ്ട് സുബു പാസ് ഔട്ട് ആകുന്ന ആ ടൈമിൽ മാത്രമേ ഞാൻ ഇവിടെ ഉള്ളൂ, അല്ലേ? 95. അങ്ങനെ കൂടുതൽ പരിചയം ഇവിടെ നിൽക്കുമ്പോൾ ഇല്ല. എങ്കിൽ പോലും സുബു വളരെ അടുത്ത് വന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. വളരെയേറെ സന്തോഷം തോന്നി. അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും വെച്ച്, അതുപോലെ തന്നെ നമ്മുടെ ശ്രീധരയിലും ഒക്കെ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സും വിവിധ രംഗങ്ങളിൽ നിൽക്കുന്ന ആളുകൾ ഞങ്ങളെ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ വന്ന് സംസാരിക്കാറുണ്ട്. അവരുടെ വിവരങ്ങളൊക്കെ പറയാറുണ്ട്. വളരെയേറെ സന്തോഷം തോന്നും. എല്ലാവരുടെയും നന്മ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അവിടെ ഒരല്പം സ്വാർത്ഥത്തോട് വരും. കാരണം നമ്മുടെ സ്ഥാപനത്തിൽ പഠിച്ച് വളർന്ന് വലിയവരായി പല രംഗങ്ങളിൽ വിരാജിക്കുമ്പോൾ അവരെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയുമ്പോൾ വളരെയേറെ സന്തോഷം തോന്നാറ്, ഒരല്പം അഭിമാനവും. അപ്പൊ എല്ലാവരെയും കണ്ടതിൽ വളരെയേറെ സന്തോഷമുണ്ട്. എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾ വിവിധ രംഗങ്ങളിൽ സേവനം അനുഷ്ഠിക്കുമ്പോൾ തീർച്ചയായും ഒരു സേവന മനോഭാവം, ഒരർപ്പണ ബോധം നിങ്ങളുടെ ആ തൊഴിലിനോട് ഉണ്ടാകണം. അതുപോലെ തന്നെ ഒരു സാമൂഹിക പ്രതിബദ്ധതയും. ശ്രീനാരായണ ഗുരുദേവൻ പറയുന്നത് അയലുതഴപ്പതിനായി അതിപ്രയത്നം നയമറിയും നരൻ ആചരിച്ചിട്ടാണ്. അപ്പൊ അവിടെ നയമറിയുന്ന നരനായി തീരണമെങ്കിൽ അവനിവനെന്ന് അറിയുന്നതൊക്കെ ഓർത്താൽ അവനിയിൽ ആദിമമായ ഒരു ആത്മരൂപം, അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന് സുഖത്തിനായി വരണം. ഞാൻ, നീ, മറ്റവൻ, മറിച്ചവൻ, ഈ പ്രപഞ്ചത്തിൽ കാണുന്ന ഓരോ വസ്തുക്കളെയും വിശകലനം ചെയ്യുമ്പോൾ എല്ലാം ഈശ്വരന്റെ സൃഷ്ടിയാണ്. അതുകൊണ്ട് മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി കൂടി നമ്മുടെ പ്രവർത്തനങ്ങൾ ഉപകരിക്കണം. ആ ഒരു സന്ദേശമാണ് എനിക്ക് നൽകുവാനുള്ളത്. ഇത് തന്നെയാണ് വിവിധ മത സ്ഥാപകന്മാർ നമുക്ക് നൽകിയിരിക്കുന്നത്. ക്രിസ്തു സ്നേഹത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ മുഹമ്മദ് നബി വിശുദ്ധ ഖുർആൻ